വെൽക്കം ടു ഫാർമക്കോളജി സിംപ്ലിഫൈഡ് ബൈ മാർട്ടിൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അസിട്രോമൈസിനെ പറ്റിയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മാക്രോലൈഡ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അവിടെ നമ്മൾ ഇറിത്രോമൈസിൻ ആയിരുന്നു നമ്മുടെ ഡ്രഗ് ഓഫ് ചോയ്സ്. അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിട്രോമൈസിനെ പറ്റിയിട്ടാണ്. സോ അസിട്രോമൈസിൻ അതൊരു സെമി സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ് ആണ്. അതേസമയം ഇറിത്രോമൈസിനോ അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഡ്രഗ് ആണ്. ഈ അസിട്രോമൈസിൻ വളരെ ലോങ് ആക്ടിംഗ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം ഒരു അസിട്രോമൈസിൻ വെച്ച് നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഇറിത്രോമൈസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ GI അബ്സോർപ്ഷൻ വളരെ ഗുഡാണ്. അതേപോലെ ഇതൊരു ആസിഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഡ്രഗ് ആണ്. എന്നാൽ ഇറിത്രോമൈസിനോ അതൊരു ആസിഡ് ലബൈൽ ആയിട്ടുള്ള ഡ്രഗ് ആയിരുന്നു ഇറിത്രോമൈസിൻ. പിന്നെ അതേപോലെ ഇതിന്റെ ആന്റി ബാക്ടീരിയൽ സ്പെക്ട്രം വളരെ എക്സ്പാൻഡഡ് ആണ്. വേറസ് ഇറിത്രോമൈസിന്റെ സ്പെക്ട്രം വളരെ നാരോ ആയിരുന്നു. പിന്നെ കമ്പയർ ടു ഇറിത്രോമൈസിൻ ഇതിന്റെ ഡ്രഗ് ഇന്ററാക്ഷൻസ് ആർ വെരി റയർ. Then next coming we are talking about the mechanism of action. It is very much similar to the macrolides. എന്ന് വെച്ചാൽ നമ്മുടെ ബാക്ടീരിയയുടെ ഈ 50S റൈബോസോമൽ പ്രോട്ടീൻ ആയിട്ട് ഇത് ബൈൻഡ് ചെയ്തിട്ട് പ്രോട്ടീൻ സിന്തസിസ് അവിടെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Now we can talk about the uses of the azithromycin. So അതിന്റെ മേജർ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഏതൊക്കെ കണ്ടീഷൻസിൽ യൂസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ മേജർ ആയിട്ട് ഈ ഒരു മൈക്കോബാക്ടീരിയൽ ന്യൂമോണൽ ഇൻഫെക്ഷൻസിലാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മെയിൻലി ദാറ്റ് ഇസ് ഇൻ കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയ. പിന്നെ അതല്ലാതെ ലിഗോണറൈസ് ന്യൂമോണിയയിലും ക്ലമാൻഡൽ ഇൻഫെക്ഷൻസിലും ഡിഫ്തീരിയ ആൻഡ് പെർട്ടൂസിസിലും നമ്മൾ ഇത് മെയിൻ ആയിട്ട് ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് അസിട്രോമൈസിൻ. പിന്നെ നെക്സ്റ്റ് ഈ ഒരു അസിട്രോമൈസിൻ ഒരു ഓൾട്ടർനേറ്റീവ് ഡ്രഗ് ആയിട്ട് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ചില പേഷ്യൻസ് അതുപോലെ പെൻസിലിനും അതേപോലെ സെഫാലോസ്പോറിൻ ഡ്രഗ്സിലൊക്കെ അലർജിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഇതൊരു ഓൾട്ടർനേറ്റീവ് ഡ്രഗ് ആയിട്ട് കൊടുക്കുന്നു. ഏതൊക്കെ കണ്ടീഷൻസിലാണ്? ടെറ്റനസിലും സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസിലും മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ടൈഫോയിഡ് ഫീവറിലും നമ്മൾ ഇതിനെ ഒരു ഓൾട്ടർനേറ്റീവ് ഡ്രഗ് ആയിട്ട് കൊടുക്കുന്നു. ഇതിന്റെ അതർ യൂസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക് ഇൻഫെക്ഷൻസ് ഇൻ എയ്ഡ്സ് പേഷ്യൻസ്, എച്ച് പൈലോറി ഇൻഫെക്ഷൻസ്, ലെപ്രസി, ഇവിടെയെല്ലാമാണ് ഇതിനെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ക്യാൻ ടോക്ക് അബൌട്ട് ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് അസിട്രോമൈസിൻ. മേജർ അഡ്വേഴ്സ് എഫക്ട് വെച്ചാൽ ഹെഡേക്കും അതേപോലെ ഡിസിനസും ആണ്. പക്ഷെ അതിന്റെ ഏറ്റവും കൺസേണിംഗ് ആയിട്ടുള്ള ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഈ ഒരു ലൈഫ് ത്രെറ്റനിങ് അരിത്മിയ, വിച്ച് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന ഒരു പൊതുവെ ഒരു ട്രെൻഡാണ് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നിയർ ബൈ ഫാർമസി പോയിട്ട് ഒരു അസിട്രോമൈസിൻ കഴിക്കുക. എന്നാൽ ഇതേ ഒരു പേഷ്യൻസിന് എന്തെങ്കിലും ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു കാർഡിയക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ഈ അരിത്മിയാസ് ഉണ്ടാക്കാം. അതൊരു ലൈഫ് ത്രെറ്റനിങ് അരിത്മിയയിലോട്ട് അത് ട്രിഗർ ആക്കാം. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പബ്ലിക് അവയർനെസ് പോളിസീസ് ഒക്കെ ഒരുപാട് കൊണ്ടുവരുന്നുണ്ട്. സോ നമ്മൾ മേജർ ആയിട്ട് നമ്മളൊരു ഫിസിഷ്യൻസിന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു ആന്റിബയോട്ടിക് മേടിച്ച് കഴിക്കാതിരിക്കുക. താങ്ക് യു.